പോരാട്ടം അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും ഈ വിമോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന, മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് മുന്നോട്ട് പോകും. പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. കെ കൃഷ്ണനും ജ്യോതിബാബുവും ഇതിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ CPM-ന്റെ ഇതിനകത്തുള്ള പങ്കാളിത്തം കൂടുതൽ വരികയാണ്, അങ്ങനെയാണോ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും CPM തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഞങ്ങളത് നേരത്തെ പറഞ്ഞ ഇപ്പോൾ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് CPM-ന്റെ. ആ സമയത്ത് അവരും കൂടി ഈ പ്രതിയായിട്ട് വരുന്ന സമയത്ത് വളരെ ക്ലിയറായിട്ട് CPM-ന്റെ നേതൃത്വത്തിൻ്റെ പങ്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല, വലിയ സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഈ കേസിനുണ്ടായിരുന്നു. ഈ 5 മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരന്മാർ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കേസ് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയാണ് ഈ കേസ് നടത്തിയത്. ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് പോലും പാർട്ടിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ പങ്ക്, CPM-ന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കോടതി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു നീതിയാണ്. ഇനി ഇതുപോലെയുള്ളൊരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മനുഷ്യനെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം. അതിനുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി. ഇത് ശക്തമായിട്ടാണ്. കാരണം ഇത് ഇങ്ങനെ വിധി ഉണ്ടാവണം, ഇങ്ങനെ നീതി നടപ്പാക്കപ്പെടണം നമ്മുടെ നാട്ടിൽ. അത് കോടതി അത് കണ്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോട് തീർച്ചയായിട്ടും ആദരവുണ്ട്. ആ ഒരു വീതി. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിന്ന് എല്ലാ കാലത്തും ഇതിനകത്ത് ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. എല്ലാവരും പൊതുസമൂഹം, കേരള പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഓരോ ആളുകളും ഇതിനകത്ത് വലിയ പങ്കാണ് വഹിച്ചത്. കാരണം അതൊക്കെ ഒരു നീതി ജയിക്കണം, സത്യം ജയിക്കണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത് എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിന്നത്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടും ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.